അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് പരീക്ഷയുടെ ചൂട് എല്ലാവർക്കും ഇങ്ങനെ കയറിയിരിക്കുകയാണ് അല്ലെ. എല്ലാവരും പഠിത്തത്തിലായിരിക്കും, ആ പഠന തിരക്കിലായിരിക്കും. അപ്പൊ നമ്മളാണെങ്കിലോ ഇവിടെ കേറ്റഡ് സൈക്കോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ചോദ്യ രൂപങ്ങൾ പ്രധാനമായിട്ടും 7 ക്വസ്റ്റ്യൻ മെത്തേഡ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഇതല്ലാതെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ മെത്തേഡുകൾ വരുന്നുണ്ട്, പക്ഷേ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു 7 ക്വസ്റ്റ്യൻ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളായിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് റൂം ചോദ്യങ്ങൾ, ക്ലാസ് റൂം ടൈപ്പ് ചോദ്യങ്ങൾ. സാധാരണ ഈ കേറ്റഡ് സൈക്കോളജി ഇതെല്ലാ കാറ്റഗറികൾക്കും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു കാറ്റഗറികൾക്ക് മാത്രമല്ല, എല്ലാ കാറ്റഗറികൾക്കും പൊതുവായിട്ട് വരുന്നതാണ്. പിന്നെ 3 മാത്രം ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ടേംസുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. അക്ലോറയിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ കേറ്റഡിന്റെ സൈക്കോളജി മാത്രമുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ കേറ്റഡിന്റെ ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് റൂം ചോദ്യങ്ങളാണ് പരിശീലിക്കാൻ പോകുന്നത്. നമ്മൾ ടോപ്പിക് പഠിച്ചു അല്ലെ. ഈ ക്ലാസ് റൂം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആദ്യം ഡയറക്റ്റ് മെത്തേഡിന്റെ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു. ഈ ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ സിറ്റുവേഷൻ ചോദ്യങ്ങൾ, ഏതെങ്കിലും സാഹചര്യങ്ങൾ തന്നിട്ട് ആ സാഹചര്യങ്ങളിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു പോയിന്റ് നമുക്ക് ഉണ്ടാകും അല്ലെ. അതേപോലെ തന്നെ ആ ടൈപ്പിൽ തന്നെ വരുന്ന വേറൊരു മെത്തേഡാണ് എന്ത്, ക്ലാസ് റൂം ചോദ്യങ്ങൾ. ഇവിടെയും സിറ്റുവേഷൻ തന്നെയാണ്, നേരത്തെ പറഞ്ഞത് സിറ്റുവേഷൻ തന്നെയാണ്, ഇവിടെ പറയാൻ പോകുന്നത് സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ആയിരിക്കും. ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ധാരാളമായിട്ട് കാണാറുണ്ട്. ഇത് നേരത്തെ സിറ്റുവേഷൻ ചോദ്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കീ പോയിന്റ് ഇതിനകത്ത് ഉണ്ടാകും, ആ ചോദ്യത്തിൽ ഉണ്ടാകും. പാരഗ്രാഫ് ടൈപ്പ് ചോദ്യമായിരിക്കും, കാണുമ്പോൾ പേടിക്കരുത് നിങ്ങൾ. അതിനകത്തൊരു കീ പോയിന്റ് ഉണ്ടാവും, ആൻസറിലേക്ക് എത്തുവാനുള്ള ആ ഒരു കീ പോയിന്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇന്ന് ക്ലാസ് റൂം ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു 13 വയസ്സുകാരന് ബീജഗണിതം പഠിപ്പിക്കാം, എന്നാൽ ഒരു 2 വയസ്സുകാരനെ പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു 13 വയസ്സുകാരനെ ബീജഗണിതം പഠിപ്പിക്കാം, എന്നാൽ 2 വയസ്സുള്ളവർ പെട്ടെന്ന് അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല. വികസനവുമായി ബന്ധപ്പെട്ട് ഏത് ഘടകത്തിന്റെ പോരായ്മയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കീ പോയിന്റ് ഉണ്ടാകും എന്നുള്ളത് അല്ലെ. ഇവിടെ 13 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ ബീജഗണിതം പഠിപ്പിക്കുന്നു, എന്നാൽ 2 വയസ്സായിട്ടുള്ള പഠിപ്പിക്കുന്നത്. 13ഉം 2ഉം ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. എന്തായിരിക്കും അവിടെ വരുന്നത്? എന്തിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏത് ഘടകത്തിന്റെ പോരായ്മയാണത്? ഹെറിഡിറ്റി ആണോ? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? അങ്ങനെയാണോ? 13 വയസ്സുള്ള ആരെങ്കിലും 2 വയസ്സുള്ള പഠിപ്പിക്കാൻ പറ്റാത്തത് പാരമ്പര്യത്തിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ എൻവയോൺമെന്റ് അല്ലെ, അവൻ ജീവിക്കുന്ന ചുറ്റുപാട് പരിസ്ഥിതിയുടെ ആണോ? മെച്ചുറേഷൻ, പക്വത, പാകത, ലേണിംഗ്, പഠനം. കിട്ടി, ആൻസർ നിങ്ങൾക്ക് കിട്ടി. കാരണം ആ ഒരു ഏജ് തന്നെയാണ് നമുക്ക് അവിടെ എത്തുവാനുള്ള ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ മെച്ചുറേഷൻ ആണ് അല്ലെ, പക്വതയാണ് അല്ലെ. കാരണം ഒരാൾ 13, ഒരാൾ 2 എന്നുള്ളത്. അപ്പൊ കുറച്ചും കൂടി മെച്ചുറേഷൻ വന്ന ആൾക്ക് ലേണിംഗ് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഇവിടെ മെച്ചുറേഷൻ ആണ് വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ PYQ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ സയൻസ് അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പ് ആക്കി തിരിച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യം ശ്രദ്ധിക്കണം. ഒരു സോഷ്യൽ സയൻസ് അധ്യാപിക എന്ത് ചെയ്തു? കുട്ടികളെ ഗ്രൂപ്പ് ആക്കി തിരിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്? പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശരിയുത്തരം പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് സ്റ്റാർ സ്റ്റിക്കർ നൽകി. എല്ലാ ഗ്രൂപ്പുകാരും ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്തു. അപ്പൊ സ്റ്റാർ സ്റ്റിക്കർ നൽകി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പാക്കി തിരിക്കാണ്, സ്റ്റാർ സ്റ്റിക്കർ ഒക്കെ നൽകി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ആവേശമായി. ഇവിടെ ചോദ്യം ഇതാണ്, ഒരു ക്ലാസ് റൂമിലെ സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. തോണ്ടേക്കിന്റെ പഠന സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു കീ പോയിന്റ് ഉണ്ട്. കാരണം കുട്ടികൾ ഗ്രൂപ്പാക്കി തിരിക്കുക, ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കുക, സ്റ്റിക്കർ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ആവേശം ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്തൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും സ്വാഭാവികമായിട്ടും കുട്ടികൾ അത് ചെയ്യും. കാരണം അവർക്ക് സ്റ്റാർ കിട്ടുന്നു, അവരെല്ലാവരും അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ആവേശം. ഇവിടെ എന്താ സംഭവം? ഏതാണ് വരുന്നത്? ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് ആണോ? റെഡിനെസ് ആണോ? എക്സസൈസ് ആണോ? ഇഫക്റ്റ് ആണോ? എന്താണ്? കൃത്യമായിട്ട് അറിയാം നമുക്ക്. ലോ ഓഫ് ഇഫക്റ്റ് ആണ്, ഫല നിയമമാണ്. റിസൾട്ട് കിട്ടുമ്പോൾ റിസൾട്ടിനനുസരിച്ച് നമ്മൾ
നമ്മുടെ ഭാഗത്ത് ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള ഒരു ആവേശം ഉണ്ടാകും. ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ സിറ്റുവേഷൻ ചോദ്യങ്ങളായിരുന്നാലും ക്ലാസ് റൂം ടൈപ്പ് ചോദ്യങ്ങളായാലും പാരഗ്രാഫ് ലെവലിലായിരിക്കും വരുന്നത്. അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഒരു കീ പോയിന്റ് അവിടെ ഉണ്ടാകും. നിങ്ങൾ അത് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്തൊരു ചോദ്യം നോക്കിയേ. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഒരു കുട്ടി യാതൊരു പ്രീ പ്രൈമറി പഠനവും നേടാതെയാണ് എത്തിയിട്ടുള്ളത്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ കുട്ടിയുടെ പഠന പുരോഗതിക്ക് എന്ത് നടപടി സ്വീകരിക്കും? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതോ അതിൽ പഠിച്ചിട്ടുള്ള സൈക്കോളജിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ചില ചോദ്യങ്ങൾ ആസ് എ ടീച്ചർ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയും. അപ്പൊ അവിടെ ചിലപ്പോൾ ആ ഒരു ടോപ്പിക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ആൻസർ കിട്ടാവുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ക്ലാസ് റൂം ടൈപ്പ് മെത്തേഡിൽ വരാറുണ്ട്. അതിലൊന്നാണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഒരു കുട്ടി അത് പ്രീ പ്രൈമറി പഠനം ഒന്നും കിട്ടിയിട്ടില്ല, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? വായിച്ചു നോക്കാം. കുട്ടിക്ക് പ്രത്യേക ട്യൂഷൻ നൽകാൻ രക്ഷകർത്താവിനോട് നിർദ്ദേശിക്കും. കുട്ടിക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഗൃഹപാഠമായിട്ട് നൽകും. ക്ലാസ്സിൽ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകുകയും പ്രത്യേക വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും. ഈ കുട്ടിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ മറ്റു കുട്ടികളോട് പറയും കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാം, കൊച്ചിന് ബേസ് ഇല്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പാരന്റ്സിനോട് പറയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെയല്ല, നമ്മളിവിടെ ഒരു സെൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ളത് ഒരു തെളിവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം അല്ലേ. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു ടീച്ചർ ആസ് എ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചറുടെ റോൾ എന്താണ്? ഒരു കുട്ടിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കലല്ല, അവൻ തന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിൽ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും പ്രത്യേക വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം കേട്ടോ. കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിക്കാറുണ്ട്. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ വെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾ വികസിക്കുന്നത് എന്താണ്? അത് ഗ്രൂപ്പായിട്ട് തിരിക്കൽ മാത്രമല്ല, അവിടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് പോയിന്റ്. അപ്പോൾ വേറൊരാളുമായിട്ട് ചർച്ച ചെയ്യുക, സംവദിക്കുക എന്നുള്ള സംഭവം എന്നൊരു പോയിന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത് ഏത് തരമാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വെർബൽ ഇന്റലിജൻസ് ആണോ, ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണോ, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ? ഇവിടെ ഒരു സാമൂഹിക ഇടപെടൽ അല്ലെ, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കൂടി ടീച്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. വേറൊരാളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സ്കില്ല് കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇൻട്രാപേഴ്സണലും ഇന്റർപേഴ്സണലും മാറിപ്പോകരുത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം, തന്റെ കഴിവും തന്റെ കുറവും ഒക്കെ അറിയാവുന്ന ആ രൂപത്തിലുള്ളത്, അതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളുമായിട്ട് ഇടപഴകുവാനുള്ള കഴിവ്, സംവദിക്കുവാനുള്ള കഴിവ്. ഓക്കെ, ഈ രാഷ്ട്രീയക്കാരൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇവിടെ കറക്റ്റ് ആൻസർ ഡി ആണ് വരുന്നത്. രണ്ടാമെന്ന് വിചാരിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്ലാസ് റൂം ചോദ്യം എന്താണ്? പിവൈക്കായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു. 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിൾ. ഒരു കുട്ടിയോട് പറയാണ്, മോനെ 3 ആപ്പിള്, അതിനോടൊപ്പം 2 ആപ്പിൾ ചേർന്നാൽ 5 ആപ്പിൾ. അങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ മാറ്റിയാൽ ബാക്കി എത്ര ഉണ്ടാകും എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് പറയാൻ സാധിച്ചില്ല. മറ്റേ പറയാൻ പറ്റും, 3നോട് 2 ആപ്പിൾ കൂട്ടിയപ്പോ പറയാൻ പറ്റി, ഓക്കെ 5 ആപ്പിൾ. പക്ഷെ ആ 5 ആപ്പിളിന് 2 ആപ്പിൾ കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് കുട്ടിക്ക് പറയാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരം പ്രിയാഷയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? തിരിച്ചു ചോദിച്ചപ്പോ പറയാൻ സാധിച്ചില്ല. അപ്പോ പിയാഷയുടെ അഭിപ്രായത്തിൽ ഇവിടെ ഈ അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി, പ്രസൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി, ലാക്ക് ഓഫ് ഓബ്ജക്ട് പെർമനൻസ്, ലാക്ക് ഓഫ് സീരിയേഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് നമുക്ക് കുട്ടിക്ക് ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സിബിലിറ്റി അല്ലെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവാണ് എബിലിറ്റി ആൻഡ് റിവേഴ്സിബിലിറ്റി. എന്നാൽ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ്, കുട്ടീനോട് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയാൻ ABCDFG എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും. തിരിച്ച്
ഇസെറ്റ് മുതൽ തിരിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് അത് പറയില്ല. ഇസെറ്റ് മുതൽ തിരിച്ചു പറയാം. അപ്പോൾ അതെന്താണ്? ലാഗ് ഓഫ് റിവേഴ്സിബിലിറ്റി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ തിരിച്ചു മറിച്ചും കുട്ടികൾ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം കുട്ടി കിട്ടി അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. ഇതിന്റെ ലാഗ് വരുന്നത്, ലാഗ് ഓഫ് റിവേഴ്സിബിലിറ്റി വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളതിനെ അത് എന്താണ്? ഒരു വശത്ത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, തിരിച്ച് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ലാഗ് ഓഫ് റിവേഴ്സിബിലിറ്റി എന്നാണ്. പിന്നെ ഓബ്ജക്ട് പെർമനൻസ്, വസ്തുസ്ഥിരത, അതെപ്പോഴും ചോദിച്ചു വരുന്നതാണ്. അതെന്താണ്? ഉണ്ടാകുന്ന സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. കൺമുമ്പിൽ കാണാത്ത വസ്തു സ്ഥിരമായിട്ട് പോയിട്ടില്ല അല്ലെ, തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. അതുപോലെ സീരിയേഷൻ വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പിയാഷയുടെ സ്റ്റേജ് നോക്കുമ്പോൾ കൂടുതലും ചോദ്യങ്ങൾ വരുന്ന ഒരു സ്റ്റേജാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ അതിന്റെ ഏജ്, സംഭവങ്ങൾ പഠിക്കും. ആറാമത്തെ ചോദ്യം, ഒരേ സ്കൂളിലെ 5ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ടീച്ചർ ഒരേ അളവിലുള്ള ഷൂസുകൾ നൽകുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? അത് ഒരേ സ്കൂളാണ്. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ടീച്ചർ ഒരേ അളവിലുള്ള, ഇപ്പോൾ 10 ഇഞ്ചാണ് അല്ലെങ്കിൽ 7 ഇഞ്ചാണെങ്കിൽ ആ സെയിം തന്നെ നൽകുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണോ, ജെൻഡർ ഐഡന്റിറ്റി ആണോ, ജെൻഡർ ഇക്വിറ്റി ആണോ, ജെൻഡർ ഇക്വാലിറ്റി ആണോ? സെയിം കൊടുക്കുകയല്ലേ, ഉറപ്പായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി ആണ്. കണ്ടോ? ജെൻഡർ ഇക്വാലിറ്റി 5ലും ആയിരുന്നാലും 3ലായിരുന്നാലും എല്ലാവർക്കും ഒരേപോലെ, അതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഷൂസ് കൊടുക്കുന്നു നീഡ്സ് അനുസരിച്ച്. അപ്പോൾ നമുക്കറിയാം 5ാം ക്ലാസ്സിന്റെയും 3ാം ക്ലാസ്സിന്റെയും സൈസ് വ്യത്യാസം ഉണ്ടാവും. 5ാം ക്ലാസ്സുകാർക്ക് ഒരു സൈസ്, 3ാം ക്ലാസ്സുകാർക്ക് ഒരു സൈസ്, അവരുടെ നീഡ്സ് അനുസരിച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ജെൻഡർ ഇക്വാലിറ്റിയാണ്. കാരണം ഒരേ ഇതിനകത്താണല്ലോ കൊടുത്തത്, ഒരേ അളവിലാണല്ലോ കൊടുത്തത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യ രൂപത്തിൽ ആഖ്യാനം ചെയ്യുന്നതിന് വിശദീകരിക്കാവുന്നത് എന്താണ്? ഇങ്ങനെ ചില സാഹിത്യപരമായ വാക്കുകളാണ് നിങ്ങൾ പേടിക്കുന്നത് വേണ്ട കേട്ടോ. ജസ്റ്റ് മനസ്സിരുത്തി നിങ്ങളുടെ ഭാഷയിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ്, ഒരു നാടൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടാവുന്നതല്ലോ. ഇവിടെ ഇത്രേ ഉള്ളൂ. ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. എവിടെ? ആമുഖത്തിൽ. അപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്, പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ തന്നെ എന്ത് ചെയ്തു? ഒരു കഥ രൂപത്തിൽ അത് അവതരിപ്പിച്ചു. അതിനെന്താണ് പറയുന്നത്? അഡ്വാൻസ് ഓർഗനൈസർ ആണോ, ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണോ, അതുപോലെ ഇൻക്വയറി ട്രെയിനിങ് ആണോ? നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, അഡ്വാൻസ് ഓർഗനൈസർ ആണ് അല്ലെ. ഒസബെലിന്റെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാഠഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ കുട്ടികൾക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ നേരെ തന്നെ ഇന്ന് വെള്ളത്തെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുന്നതല്ല, ആ ഒരു സംഭവത്തിലേക്ക് കടക്കുവാൻ വേണ്ടി, ആ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻട്രോ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ, അതിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. മനസ്സിലാവും? ഇവിടെ ആമുഖം, ഒരു പാഠഭാഗം ആമുഖം എന്നുള്ള ഒരു കീ പോയിന്റ് അവിടെ ഉണ്ട്. സോ നമുക്കറിയാം അതിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കഥ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും പാഠഭാഗം ഇൻട്രോയിൽ പറയുന്നത്. അങ്ങനെയൊക്കെ അതിനാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് കേട്ടോ. 8ാമത്തെ ചോദ്യം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതീഷ് പഠന കാര്യങ്ങൾ അസാമാന്യ വൈഭവം പ്രകടമാക്കുന്നു. 10ാം ക്ലാസ്സിലാണ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല ബോധമുണ്ട് കണ്ടോ. അപ്പൊ താഴെ പറയുന്നതിൽ അവന്റെ ഉന്നതമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം എന്താണ്? നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അവന്റെ കുറച്ചും കൂടി നല്ലൊരു വികാസത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാർഗം എന്താണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണോ, സെൽഫ് ലേണിംഗ് ആണോ, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ആണോ, പിയർ ട്യൂട്ടറിംഗ് ആണോ? ഡയറക്റ്റ് ഇതൊന്നും ആലോചിച്ച് നോക്കാം, നല്ല കഴിവുണ്ട്, അപ്പൊ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് സ്വന്തമായിട്ട് പഠിച്ചോ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ആണോ, പിയർ സംഘമായിട്ടിരുന്ന് എന്ത് ചെയ്യുക, ട്യൂട്ടറിംഗ് ഇത് നടത്താം, അല്ലെങ്കിൽ പഠനം നടത്താം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആണ്. ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടികളിൽ അസാമാന്യമായിട്ടുള്ള വൈഭവമുള്ള കുട്ടികളായിരിക്കും ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവം ഡബിൾ പ്രൊമോഷൻ കൊടുക്കും. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നല്ല ബ്രില്യൻ്റ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ കാറ്റഗറിയിൽ പെട്ടതാണ് എങ്കിൽ നമുക്ക് അവനെ എന്ത് ചെയ്യാം, ആ 4ാം ക്ലാസ് കംപ്ലീറ്റ് ആവണേക്കാൾ മുമ്പ് നമുക്ക് 5ലേക്ക് ഇരുത്താം, മനസ്സിലാവണ്ട? ഡബിൾ പ്രൊമോഷൻ കൊടുക്കാം നമുക്ക്. അതേപോലെ ഒരു സംഭവമാണ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന
ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇവർ വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യും, പെട്ടെന്ന് ചെയ്ത് കഴിയും അവർ. എന്താണ് ചില കുട്ടികളല്ല, അപ്പം ജസ്റ്റ് സെക്കൻഡ്സ് അവർ ചെയ്ത് കഴിയും. സോ അത് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ഒരു ബോറടി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അവരെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നല്ല ഉയരത്തിലുള്ള കുറച്ചും കൂടി നല്ല ലെവലിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവന് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കുറച്ചും കൂടി ഇതായിട്ടുള്ളത് കൊടുക്കുന്നു, കാരണം അവന്റെ ഇതനുസരിച്ച്. അപ്പൊ അതിനെയാണ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവന്റെ ആ ഒരു പഠന സംഭവങ്ങളും നമ്മൾ ആ ഒരു രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കും. സാധാരണ കുട്ടികളിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി ഉള്ള കണ്ടെത്തിക്കൊണ്ടുള്ള പഠനവും കുറച്ചും കൂടി പോയിന്റ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള പഠനവും ആ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കും. ഓക്കെ, അപ്പൊ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ആണ്, അതൊരു പോയിന്റ് ഓർത്തു വെക്കണം. അത് ഗിഫ്റ്റഡ് ചിൽഡ്രനുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദെൻ 9ാമത്തെ ചോദ്യം, വ്യത്യസ്ത തരം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അനുവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? അപ്പൊ നാടൻ ഭാഷയിൽ ചിന്തിച്ചു നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള കുറെ കുട്ടികൾ ക്ലാസ് മുറിയിലുണ്ട്, പക്ഷെ എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, ഇതാക്കണം. വ്യത്യസ്ത തരം ആണ്, അതാണ് പോയിന്റ്, അതാണ് കീ പോയിന്റ്. ഒരേ ടൈപ്പ് കുട്ടികളല്ല. ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവും, അത്യാവശ്യം ആവറേജ് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇവരെ ഒക്കെ നമുക്ക് ഒരേ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അതിന് ഏറ്റവും എന്താണ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണോ, ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണോ, ടീച്ചർ സെന്റർഡ് ഇൻസ്ട്രക്ഷൻ ആണോ, അഥവാ അല്ലെങ്കിൽ എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണോ വരുന്നത്? അല്ലെ, ഉറപ്പായിട്ടും എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇതാണ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനും ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനും ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇവിടെ എന്താണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പാഠഭാഗങ്ങളും കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക കേട്ടോ. അതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. 10ാമത്തെ ചോദ്യം, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ തന്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്ത് പഠനം രസകരമാക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനുവിന് സാധിക്കുന്നു. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ, കീ പോയിന്റിലേക്ക് എത്താൻ ഏറ്റവും ഇതാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതല്ല ഇഷ്ടം, അവൾക്ക് കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്ത് പഠിക്കാനാണ്, അതാണ് അവൾക്ക് താല്പര്യം. മനസ്സിലാവണ്ട? അപ്പൊ ഇത് ഏതാണ്? റിഫ്ലക്റ്റീവ് ലേണിംഗ് ആണോ, കൊളാബറേറ്റീവ് ലേണിംഗ് ആണോ? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഒരു സംശയമില്ല, വൈഗോട്സ്കിയുടെ തിയറി പഠിച്ച ഒരാൾക്ക് ഈ ആൻസറിലേക്ക് എത്താൻ ഒരു സംശയവും വേണ്ട, ഒരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ എത്താം. കാരണം സംഘമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നതിനാണ് കൊളാബറേറ്റീവ് ലേണിംഗ്, അതുപോലെ കോപ്പറേറ്റീവ് ലേണിംഗ് സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 11ാമത്തെ ചോദ്യം, ക്ലാസ് ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന നൽകുന്നു. ഇത് ഏതാണ് വരുന്നത്? പെൺകുട്ടികൾക്ക് പരിഗണന നൽകുക, ആൺകുട്ടികൾക്കാണ് മുൻഗണന നൽകുന്നത്, അല്ലെ പരിഗണന നൽകുന്നത്. സോ ഒരു ലിംഗത്തിന്, ഒരു പ്രത്യേക ലിംഗത്തിന് നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കുന്നു, വേറൊരു ലിംഗത്തെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ? ഇതിന്റെയും ഓപ്ഷന്റെ ആവശ്യമില്ല, ഓപ്ഷൻ വായിക്കേണ്ടതില്ല. കറക്റ്റ് ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത്, അല്ലെ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടിക്ക് അധ്യാപകൻ സൂചനകളും സഹായങ്ങളും നൽകുന്നു. പഠനത്തിൽ നൽകുന്ന ഈ താൽക്കാലിക പിന്തുണയെ വിളിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, ഒരു മാത്സ് ചെയ്യാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യുന്നു, കുറച്ച് ഹിൻസ് നൽകുന്നു, കുറച്ച് എക്സാംസ് നൽകുന്നു, അങ്ങനെ കൊടുക്കുന്നു ടീച്ചർ. അപ്പൊ ഈ ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ, ഉത്തരം നേരെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, പക്ഷെ പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ സൂചനകൾ സഹായങ്ങൾ നൽകുന്നതിനെ, സഹായം മീൻസ് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാം, മോഡൽസ് കൊടുക്കുക തന്നെ കേട്ടോ. അതിനെന്താണ് പറയുന്നത്? ഇതും വളരെ ഓപ്ഷൻ പറയേണ്ട, വായിക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷനിങ് ആണോ? അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? സ്കഫോൾഡിംഗ് ആണല്ലേ, കൈത്താങ് ആണ് വരുന്നത്. വൈഗോട്സ്കിയുടെ തിയറിയിൽ വരുന്ന ഒരു ചോദ്യമാണ്, ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ചോദ്യം, സ്കൂൾ ഗേറ്റ് കാണുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഭയം തോന്നുന്നു. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ പ്രകാരം ഇവിടുത്തെ സ്കൂൾ ഗേറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? അതായത് സ്കൂൾ ഗേറ്റ് കാണും, കാരണം ടീച്ചർ തല്ലും, ഹോംവർക്ക് ചോദിക്കും, ഇങ്ങനെ പേടി, ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ ഒരു പേടി. സ്വാഭാവികമായിട്ടും കുറെ ഗേറ്റുകളുണ്ട്, വീട്ടിന് ഗേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് മുമ്പ് ഗേറ്റ് ഉണ്ട്, പക്ഷെ അതൊന്നും കാണുമ്പോൾ പേടിയില്ല. സ്കൂളിന്റെ ഗേറ്റ് കാണുമ്പോൾ മാത്രമേ പേടിയുള്ളത്. സോ സ്കൂൾ ഗേറ്റ് എന്നുള്ളതിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അൺകണ്ടീഷൻ റെസ്പോൺസ് ആണോ, കണ്ടീഷൻ സ്റ്റിമുലസ് ആണോ, അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണോ, കണ്ടീഷൻ റെസ്പോൺസ് ആണോ? ഇവിടെ സ്കൂൾ ഗേറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഭയമല്ല, അല്ലെ? അത് കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? കണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്
വരുന്നത് അല്ലെ, നമ്മൾ ചെയ്തെടുക്കുന്നതാണ്, നോർമലി ചെയ്തെടുക്കുന്ന സംഭവമാണ്. 14ാമത്തെ ചോദ്യം, പഠനത്തിൽ അസാമാന്യ വൈഭവമുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ച് അറിയില്ല, ആ കുട്ടിയുടെ പ്രത്യേകത ഏതാണ്? ഇത് സാധാരണ പിവൈക്കുമായിട്ട് ചോദിക്കുകയാണ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻസിൽ ചോദിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും നിരാശനാവുകയും ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ വെല്ലുവിളി നിറഞ്ഞതല്ലെങ്കിൽ, കണ്ടോ, പ്രവർത്തനങ്ങൾ വെല്ലുവിളി നിറഞ്ഞതല്ലെങ്കിൽ ബോറടിക്കുകയും ശ്രദ്ധ കുറയുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ ഇത്തരം കുട്ടികൾക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യും, അതൊക്കെ ഒരു ബോറടിയായിട്ട് അവർക്ക് തോന്നും. ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ശ്രദ്ധക്കുറവൊക്കെ വരും. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ സാവധാനം പഠിക്കുന്നത് അങ്ങനെയല്ല, ഒരിക്കലല്ല. ആത്മവിശ്വാസം കുറഞ്ഞായിരിക്കും, ഒരിക്കലുമല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ആൻസർ ആണ് ഈ പറഞ്ഞത്. 15ാമത്തെ ചോദ്യം, നമുക്ക് അടുത്തൊരു ക്ലാസ് റൂം ചോദ്യം നോക്കാം. പഠിക്കുന്നതിനിടയിൽ തനിക്ക് ആശയം വ്യക്തമാകുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടി തന്റെ പഠന രീതി തന്നെ മാറ്റുന്നു. പഠിക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ മനസ്സിലാകണം, ചിന്തിക്കുകയാണ്, ചിന്തകൾക്ക് മേലെയുള്ള ചിന്തയാണ് അല്ലെ. ഇതിനെ എന്താണ് വിളിക്കുന്നത്? കോഗ്നിഷൻ ആണോ, പെർസെപ്ഷൻ ആണോ, അറ്റൻഷൻ ആണോ, മെറ്റാ കോഗ്നിഷൻ ആണോ? ചിന്തകൾക്ക് മേലുള്ള ചിന്ത. അപ്പൊ എന്താണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് കുറച്ചും കൂടി, അപ്പൊ എന്റെ രീതി ഇങ്ങനെ ശരിയാവില്ല, അപ്പൊ ഞാൻ മാറ്റണം. ഇങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മൾ എന്താ പറയാ, മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു ക്ലാസ് റൂം ബേസ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു സിറ്റുവേഷൻ ആണിത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏത് സിറ്റുവേഷനും ആകാം. ഇത് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടതാകും, അത് നമ്മുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് വരാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്തെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ അടുത്തൊരു മെത്തേഡ് നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.